പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലൻ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഇന്ന് തിരുസഭ സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുന്നു. യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും നമ്മൾ സ്വർഗരാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടി തന്നെ. ശാന്തശീലരായി ജീവിക്കാം, ആത്മാവിൽ ദരിദ്രരായി ജീവിക്കാം, ദൈവത്തോട് എളിമപ്പെട്ട് ജീവിക്കാം, ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കാം. സമാധാനത്തിന് വേണ്ടി നമ്മൾ പോരാടാം. നമ്മൾക്കും മറ്റുള്ളവർക്കും സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും അതിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കാം. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും മറ്റുള്ളവരോട് കരുണയുള്ളതായിരിക്കട്ടെ. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ, ദൈവത്തിന് വേണ്ടി ജീവിച്ചു കഴിയുമ്പോൾ, ദൈവത്തിന് വേണ്ടി സഹിച്ചു കഴിയുമ്പോൾ സ്വർഗം സന്തോഷിക്കും. നമ്മൾ സ്വർഗത്തിന്റെ സാക്ഷികളായിട്ട് തീരുമ്പോൾ അവിടുന്ന് നമ്മൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രതിഫലം നൽകും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.